പഞ്ച് ബ്രേക്കിൽ നമ്മൾ ഇനിയും നാരങ്ങ അച്ചാർ, കറി നാരങ്ങ, 2 ചെറിയ കരുനാരങ്ങയാണിത് അരിഞ്ഞു വെച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ വെള്ളമുളക്, കരിയാപ്പല. ഇനി അതിന്റെ കടുപ്പം പോകാനായിട്ട് ഒരു സ്വല്പം, അധികമില്ല, ഒരു ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ ഒരു ശർക്കര നമുക്ക് ചേർക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി നല്ലപോലെ എടുക്കണേ, എന്നാലേ ടേസ്റ്റ് വരും. ചീനിച്ചട്ടി വെച്ച്, ഇതേ നല്ലെണ്ണയാണ് ഇതിന് വേണ്ടി. നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായിക്കോട്ടെ. ഇനി എണ്ണയിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാമേ. 2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടിക്കോട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ടു, വെള്ളമുളക് ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് വഴലട്ടെ. ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നാരങ്ങ അരിഞ്ഞു വെച്ചത് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് വഴങ്ങണം. അതിന് ഇച്ചിരി സമയം പിടിക്ക്. നന്നായിട്ട് വഴന്നാലേ കമർപ്പൊന്നും ഇല്ലാതെ നല്ല നാരങ്ങ അച്ചാർ കിട്ടുള്ളൂ. അപ്പൊ ഇത് കിടന്ന് നന്നായിട്ടൊന്ന് വഴലട്ടെ. കായപ്പൊടി നമ്മൾ 1.5 ടീസ്പൂൺ ചേർക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ അറിയാം നന്നായിട്ട് നാരങ്ങ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വറുത്തിട്ടുണ്ട്. നമ്മൾ പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഉപ്പിടുകയാണ്. നമ്മൾ ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കുവാണേ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കായം, ഉപ്പ് 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് 2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ ഇത് നന്നായിട്ട് വേവാനായിട്ട് ഞാനൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ്. കരപ്പൊടി ഇടുവാണേ. ഇനി നമുക്ക് ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാവേ. 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി. നമ്മുടെ നാരങ്ങ അച്ചാർ റെഡിയായേ.